നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടാത്തതിനെ തുടർന്ന് വയോധികൻ തീക്കൊളുത്തി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തുള്ള വയോധികൻ താമസിച്ച മുറിയിൽ പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം പണം നിക്ഷേപിച്ച സൊസൈറ്റിയിൽ പരിശോധന നടത്തി നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. തിരുവള്ളൂർ സ്വദേശി ഇബ്രാഹിം ഹാജി കഴിഞ്ഞ വെള്ളിയാഴ്ച പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെ വടകര ഗവൺമെന്റ് ആശുപത്രി പരിസരത്ത് ഇയാൾ താമസിച്ചിരുന്ന വാടക കെട്ടിടത്തിന്റെ വാതിൽ തകർത്താണ് പരിശോധന നടത്തിയത്. മകന്റെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ ബാങ്ക് സംബന്ധമായ രേഖകൾ മുറിയിൽ നിന്നും ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തു. ഇയാളുടെ മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടില്ല. ഫോൺ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കടത്തനാട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച 22 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് തിരിച്ചു ലഭിച്ചിരുന്നില്ല. ഇതോടെയാണ് കോൺഗ്രസ് നേതാവ് TV സുധീർ കുമാറിന്റെ വീട്ടിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മനോഹരന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. 2.16 കോടി രൂപയുടെ വെട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് സഹകരണ വകുപ്പ് നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം സൊസൈറ്റിയിൽ പരിശോധന നടത്തി രേഖകൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാൾക്ക് എവിടെയൊക്കെയാണ് നിക്ഷേപമുള്ളതെന്ന് പരിശോധിച്ചു വരികയാണ്. മരണവുമായി കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തും. ഇന്ന് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നോക്കുകയാണ്, ആ കാര്യങ്ങളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ നിക്ഷേപം എവിടേക്കുണ്ട്, വേറെ എവിടേക്കുണ്ട് അത് പരിശോധിച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോ എന്താണ് മകനടക്കമുള്ള മറ്റു കുടുംബങ്ങളൊക്കെ നൽകിയിട്ടുള്ള മൊഴി കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ കടത്തനാട് കൂടുതൽ തരത്തിലുള്ള കിട്ടാനുള്ള പണം കിട്ടാനുള്ള ആളുകളുണ്ടോ അല്ലാതെ പരിശോധിച്ച് വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് പിന്നെ മറ്റു നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ? റിപ്പോർട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണമാണ് ഇപ്പൊ തുറന്നു പോരുന്നത്. 3 കേസിന്റെ അന്വേഷണം പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. നിലവിൽ എത്ര അറിയോ? അത് കറക്റ്റ് അറിഞ്ഞോ? അത് നിക്ഷേപം എന്താണ്? നിക്ഷേപം 22 ലക്ഷം മാത്രമേ ഉള്ളൂ. അതെന്താണോ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? എന്താണ് അവരൊക്കെ പറഞ്ഞത്? എത്രയൊക്കെയാണ് കൊടുത്തത്? അങ്ങനെ അറിയാം. പിന്നെ ഇപ്പൊ മക്കളെ പേരിലോ അങ്ങനെയല്ല, വേറെ ആൾക്കാരുടെ പേരിലാക്കിയിട്ട് സ്വന്തം പേരിൽ മാത്രമല്ല, മക്കളെ പേരിലും പിന്നെ മരക്കളെ പേരിലും അങ്ങനെ എല്ലാക്കിയിട്ടുള്ള പല പേരിലും. പിന്നെ ഇതിന് വലിയ മണപ്രയാസത്തിലായിരുന്നു. അത് കിട്ടാണ്ടായിരുന്നു, ഒരു പ്രയാസമുണ്ടായിരുന്നു. എങ്ങനെയാണ് മരണകാരണം എന്നാണ് വിചാരിക്കുന്നത് അല്ലെ? ആത്മഹത്യയിലേക്ക് നയിച്ചതാണെന്നാണ് വിചാരിക്കുന്നത്. അതാണ് എനിക്കറിയില്ല. എന്താണ് ഒരു ആക്ഷൻ പ്രതീക്ഷിക്കുന്നത്? അന്വേഷണം പെട്ടെന്നതാക്കി അന്വേഷിക്കുന്നില്ല. ഇപ്പൊ ആത്മഹത്യയെ കുറിച്ച് കണ്ടെത്താൻ കഴിയാത്ത എന്തുകൊണ്ടാണ് വിചാരിക്കുന്നത്? അങ്ങനെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തില് അതായിരിക്കും. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.